الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم اغفر لنا وارحمنا برحمتك وارزقنا علما نافعا وعملا صالحا متقبلا. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പ്രബോധകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മുടെ ഈ കൂടിയിരുത്തം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാഫിആയ ഇൽമ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സാലിഹായ അമലുകളിൽ മുഴുകുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ പുണ്യമണ്ണിൽ, ഈ മഹത്തായ സുദിനത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൽമുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകൾ നാം എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഹദീസുകൾ സഹീഹും ദഈഫും നാം എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നാം തിരഞ്ഞെടുത്ത ഗ്രന്ഥം അല്ലാമ ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച, ചിട്ടപ്പെടുത്തിയ അൽ ബൈഖൂനിയ എന്ന കവിതയാണ്. 34 കവിത വരികളുള്ള അൽ മൻദൂമത്തുൽ ബൈഖൂനിയയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കക്കാരായ മുബ്തദിഈങ്ങളായ പഠിതാക്കൾ പഠിക്കേണ്ട ഗ്രന്ഥമാണ് അൽ മൻദൂമത്തു അൽ ബൈഖൂനിയ. പല പണ്ഡിതന്മാരും ഈ ഒരു ഖസീദയെ അഥവാ കവിതയെ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ കവിത വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ അതിനു മുമ്പും, ഷെയ്ഖിന് മുമ്പും അനേകം പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ ശർഹ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ ഗ്രന്ഥമായതുകൊണ്ട് തന്നെ. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂല് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരും അതേപോലെ പഠിതാക്കളും ഈയൊരു ഗ്രന്ഥം സ്വീകരിക്കുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാമ സുർഖാനി, മാലിക്കി മദ്ഹബുകാരനായ പണ്ഡിതൻ, ശർഹ് ചെയ്തിട്ടുണ്ട്. അല്ലാമ സുർഖാനിയുടെ ഷർഹിൻ്റെ ഹാഷിയത്താണ് ആരെഴുതിയത്? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പല ക്ലാസ്സുകളിലും ആവർത്തിച്ച്, അതെ, ഷെയ്ഖിൻ്റെ പേരല്ല ചോദിച്ചത്. അതായത് അല്ലാമ സുർഖാനി, മാലിക്കി മദ്ഹബുകാരനായ പണ്ഡിതൻ എഴുതിയ ഷർഹിൻ്റെ മേലെയുള്ള ഹാഷിയത്ത് എന്ന് പറഞ്ഞാൽ തഅലീഖാത്ത്, ഹാഷിയത്തു ഷെയ്ഖ് അത്തിയ അൽ ഉജ്ഹൂരി, ഷെയ്ഖ് അത്തിയ അൽ ഉജ്ഹൂരി എഴുതിയ ഹാഷിയത്ത് വളരെ വിലപ്പെട്ട ഹാഷിയത്താണ്. ബൈഖൂനിയയുടെ ഷർഹുകളിൽ വളരെ വിലപ്പെട്ട ഷർഹാണ് സുർഖാനിയുടെ ഷർഹ് മഅ ഹാഷിയത്തി ഷെയ്ഖ് അത്തിയ അൽ ഉജ്ഹൂരി. എന്നാൽ ആധുനികരായ മശായിഖന്മാരിൽ പല പണ്ഡിതന്മാരും ശർഹ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഉദാഹരണം. അതേപോലെ ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി, ഷെയ്ഖ് അൽബാനിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽ അറിയപ്പെട്ട പ്രസിദ്ധ പണ്ഡിതനാണ് ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി അൽ അഥരി റഹിമഹുല്ലാ. ഈ അടുത്ത് മരണപ്പെട്ട പണ്ഡിതൻ, ഹദീസ് പണ്ഡിതൻ. അദ്ദേഹം ഗ്രന്ഥരചന ആരംഭിച്ചത് തന്നെ ഈ ഒരു ഗ്രന്ഥം എഴുതിക്കൊണ്ടാണ്.
ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബിയുടെ രചനയുടെ ആദ്യ ഗ്രന്ഥം എന്താണ്? അത്തഅലീഖാത്തു അൽ അസരിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് ആകുന്നു നമ്മുടെ അൽ ബൈഖൂനിയയുടെ യഥാർത്ഥത്തിൽ തുടക്കം. അതായത് അല്ലമ ബൈഖൂനിയുടെ കാവ്യവരികളുടെ ആദ്യ വിശദീകരണം കഴിഞ്ഞ ക്ലാസ് ആയിരുന്നു. അതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ എന്താണ്? ആമുഖങ്ങളാണ്. ഷെയ്ഖ് ബൈഖൂനി റഹ്മഹുല്ലാ പറഞ്ഞു, അബ്ദഉ ബിൽ ഹംദി മുസല്ലിയൻ അലാ മുഹമ്മദിൻ ഖൈരി നബിയിൻ ഉർസില. ഇതിനു മുമ്പ് ഈ അൽ ബൈഖൂനി എന്ന വാക്ക് പല പ്രാവശ്യം നാം കേട്ടിട്ടുണ്ട് അല്ലേ? അൽ ബൈഖൂനി എന്ന ആൾക്ക് അഥവാ പണ്ഡിതന്, ഇതിൻ്റെ പേരെന്താണ്? ഷെയ്ഖ് ഉമർ ബിൻ മുഹമ്മദ് ബിൻ ഫുതൂഹ് അൽ ബൈഖൂനി. അൽ ബൈഖൂനി എന്ന ഈ പേര് വരാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അദർബൈജാൻ എന്ന സ്ഥലത്തുള്ള ഒരു ഗ്രാമമാണ് ബൈഖൂൻ. അദർബൈജാനുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ബൈഖൂൻ. അതിലേക്ക് ചേർത്തുകൊണ്ടാണ്, നിസ്ബ ചെയ്തുകൊണ്ടാണ് അൽ ബൈഖൂനി എന്ന പേര് വരാനുള്ള കാരണം. മനസ്സിലായില്ലേ? അബ്ദഉ ബിൽ ഹംദി മുസല്ലിയൻ അലാ മുഹമ്മദിൻ ഖൈരി നബിയിൻ ഉർസില. അബ്ദഉ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ആരംഭിക്കുന്നു. ബിൽ ഹംദി, ഹംദ് കൊണ്ട് അഥവാ ഹംദ് ചൊല്ലിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. മുസല്ലിയൻ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, പറഞ്ഞുകൊണ്ട്, ഹംദ് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഇതിനു മുമ്പ് അല്ലമ ബൈഖൂനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം ശാരിഹീങ്ങൾ ഗ്രന്ഥങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. അഥവാ ഈ ഹംദ് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നതിന് മുമ്പ് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്താണ്. പല രാജാക്കന്മാർക്കും പലർക്കും കത്ത് നബി വസല്ലം അയക്കുമായിരുന്നു. കത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് ആരംഭിക്കാറുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദാഹരണം, റോമൻ ചക്രവർത്തിയായ ഹിറഖലിന് കത്തയച്ചപ്പോൾ എങ്ങനെ അയച്ചത്? സഹീഹ് ബുഖാരിയിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ ഇലാ ഹിറഖൽ അദീമിർ റൂം സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദ. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അബ്ദഉ ബിൽ ഹംദി മുസല്ലിയൻ അലാ മുഹമ്മദിൻ ഖൈരി നബിയിൻ ഉർസില. എന്താണ് മുസല്ലിയൻ? ഞാൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്. അള്ളാഹുവെ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. എന്താണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത്? അടിമയുടെ മേലെയുള്ള അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്താണ്? കഴിഞ്ഞ ക്ലാസ് വിശദീകരിച്ചതാണ്. പറഞ്ഞോളി. അഹ്സൻത്. അൽ മലഉൽ അഅലയിൽ വെച്ച് മലായികത്തുകളുടെ സാന്നിധ്യത്തിൽ അടിമയെ പുകഴ്ത്തി പറയലാണ് എന്ത്? സ്വലാത്ത്. സലാത്തുല്ലാഹി അലാ അബ്ദിഹി എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി ഫിൽ മലഇ അൽ അഅല. ഇത് അബുൽ ആലിയ അർ-റിയാഹി എന്ന താബിഈ പണ്ഡിതൻ, മിൻ കിബാരി താബിഈൻ, ഇതിൻ്റെ പേര് റുഫൈ എന്നാണ്. അബുൽ ആലിയ ഇപ്രകാരം വ്യാഖ്യാനിച്ചതായി ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ കുറിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു സലാത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യമാണെന്ന്, അള്ളാഹുവിൻ്റെ റഹ്മത്താണെന്ന്. അതൊരു തഫ്സീറാണ്. എന്നാൽ ഇവിടെ ശരിക്ക് ഈ ഒരു വ്യാഖ്യാനമാണ് കൂടുതൽ ശരി എന്നാണ് പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പ്രബലമാക്കിയത്. അതായത് കൂടുതൽ റാജിഹാണെന്ന് പറഞ്ഞത്. എന്താ കാരണം? അള്ളാഹുവിൻ്റെ കാരുണ്യം സൃഷ്ടികളുടെ മേലെയുണ്ട് പൊതുവായി. പക്ഷേ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുമ്പോൾ അത് കേവലം ഒരു കാരുണ്യം മാത്രമല്ല, മറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി പുകഴ്ത്തി പറഞ്ഞുകൊണ്ട്, അതും അള്ളാഹുവിൻ്റെ അത്യുന്നതമായ ആ ഒരു മലക്കുകളുടെ സാന്നിധ്യത്തിൽ. മുഹമ്മദിൻ ഖൈരി നബിയിൻ ഉർസില. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം. വളരെ ഷോർട്ടായിട്ട് ആരാണ് പറയുക വ്യത്യാസം?
അവിശ്വാസികളിലേക്ക് നിയോഗിക്കപ്പെട്ട നബി, റസൂല്. വിശ്വാസികൾക്കിടയിൽ പ്രബോധനം ചെയ്യുന്ന പ്രവാചകൻ ആരാണ്? നബി. ചില പണ്ഡിതന്മാർ പറയുന്നു, അതായത് നബി എന്ന് പറഞ്ഞാൽ വഹി നൽകപ്പെട്ടു, പക്ഷെ തബ്ലീഗ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വലം യുഅ്മർ ബിത്തബ്ലീഗ്. ഈ ഒരു വ്യാഖ്യാനം ശരിയല്ല. കാരണം പ്രവാചകന്മാർക്ക് എന്തിനാണ് വഹി ഇറങ്ങുന്നത്? അത് തബ്ലീഗ് ചെയ്യുവാൻ വേണ്ടിയാണ്. എന്നാൽ അവിശ്വാസികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായി കഴിഞ്ഞാൽ ആരായി മാറി? റസൂലായി മാറി. എന്താ അതിനുള്ള തെളിവ്? ആദം നബി അലൈഹിസ്സലാം നബിയാണ്, റസൂലല്ല. കാരണം സഹീഹുൽ ബുഖാരിയിലുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം അടുക്കലേക്ക് ശഫാഅത്തിന് വേണ്ടി ആൾക്കാർ സമീപിക്കുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? എന്താ പറയാ? അതെ, താങ്കൾ ഇന്നക യാ നൂഹ് ഇന്നക അൻത അവ്വലുർ റുസുലി ഇലാ അഹ്ലിൽ അർദ്. ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യ റസൂലാകുന്നു താങ്കൾ, ആദ്യ നബി എന്നല്ല പറഞ്ഞത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അന്നുബുവാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു കാര്യം വളരെ പണ്ഡിതോചിതമായി വിശദീകരിക്കുന്നുണ്ട്. വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ. ഇത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. പക്ഷേ പെട്ടെന്ന് നമ്മൾ റിവിഷൻ നടത്തുന്നതിനാണ്, പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി മുറക്കുവാൻ വേണ്ടി. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ, അതായത് വദീ ഇദ്ദത്തും മിൻ അഖ്സാമിൽ ഹദീസ് എന്നാണ് ഇതിൻ്റെ ശരിയായ രൂപം. എന്ന് പറഞ്ഞാൽ ഇവ ഒരു കൂട്ടം ഹദീസ് ശാസ്ത്രത്തിലെ ഇനങ്ങളാകുന്നു. ഏവ? ഈ അതായത് അൽ ബൈഖൂനിയിൽ അടങ്ങിയിട്ടുള്ള ഇനങ്ങൾ. വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ, ഓരോന്നും അതിൻ്റെ നിർവചനത്തോടൊപ്പം വന്നിട്ടുണ്ട്. ഹദ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? തഅരീഫ്, നിർവചനം. ശരി, ഹദ്ദിന് പല അർത്ഥങ്ങളുമുണ്ട്. അതായത് ഹദ്ദു സൈഫ് അല്ലെങ്കിൽ ഹദ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഒരു ബൗണ്ടറി, അതായത് ഒരു നാടിൻ്റെ അതിർത്തിക്ക് എന്ത് പറയും? ഹദ് എന്ന് പറയും. അതേപോലെ തന്നെ ഇവിടെ ഹദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ശരിക്കും ഇൽമുൽ മന്തിഖിലെ ഒരു പ്രയോഗമാണ്. ഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർവചനം. അപ്പോൾ ഓരോ ഇനവും ഉദാഹരണമായിട്ട് കഴിഞ്ഞ ക്ലാസ് വിശദീകരിച്ചു. ആദ്യത്തെ ഇനം എന്താണ്? അവ്വലുഹ സ്വഹീഹു വഹുവ മത്തസൽ ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ. ആദ്യത്തെ ഇനം എന്താണ്? സഹീഹാണ്. സഹീഹ് എന്ന ഈ ഒരു ഹദീസ് ശാസ്ത്രത്തിലെ പ്രയോഗം ഇവിടെ ഉദ്ധരിക്കുകയും അതിൻ്റെ നിർവചനം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ്? വഹുവ മത്തസൽ ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ. ഇവിടെ യശുദ്ദ അല്ലെങ്കിൽ യശിദ്ദ ഇത് രണ്ടും അറബി ഭാഷയിൽ സ്ഥിരപ്പെട്ടതാണെന്ന് വിശദീകരിച്ചതാണ്. വദീ മിൻ അഖ്സാമിൽ ഹദീസ്, ഇവിടെ വായിക്കുമ്പോൾ മിൻ അഖ്സാമി എന്നാണ് വായിക്കേണ്ടത്, അല്ലേ? ശരിക്കും മിൻ അഖ്സാമി എന്നാണ്. മിൻ ഹർഫു ജറാണ്, അഖ്സാമി ഇസ്മുൻ മജ്റൂറാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അവസാനം കസ്ർ. അപ്പോൾ ഈ മിൻ, സാക്കിനായ മിൻ എങ്ങനെയാണ് മിന എന്നായത്? എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ക്ലാസ് വിശദീകരിച്ചതാണ്, ഓർമ്മയുണ്ടോ? മിൻ എങ്ങനെ മിനായി? കവിതയുടെ ശൈലി. ഓക്കെ, പക്ഷെ എന്താ സംഭവിച്ചത് അവിടെ? അതെ, ഹംസയുടെ, അലിഫ് എന്ന് പറയരുത്, ഹംസയുടെ ഹറക്കത്ത് നൂനിലേക്ക് മാറി. ഇതെന്താ പറയുക? നഖ്ല്. എന്താണ്? നഖ്ല്. ഐ നഖ്ലു ഹറക്കത്തിൽ ഹംസ ഇല സാകിന ഖബ്ലഹ. അതായത് ഹംസയുടെ ഈ ഫത്ഹ, മനസ്സിലായോ? മിൻ ആ എന്നാണ്. അപ്പം ഹംസയുടെ മേലെന്താ ഉള്ളത്? ഫത്ഹ. ഈ ഫത്ഹ ഏതിലേക്ക് മാറ്റപ്പെട്ടു? നൂനിലേക്ക്. ഇതിനാണ് നഖ്ലു ഹറക്കത്തിൽ ഹംസ ഇല സാകിന ഖബ്ലഹ. ഇതിനെ ശരിക്ക് ബലപ്പെടുത്തുന്ന ഒരു ഖിറാഅത്തും കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. നല്ല ഹോംവർക്ക്. അതേപോലെ തന്നെ റിവിഷൻ നടത്തിയ പഠിതാക്കളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഇമാം വർഷിൻ്റെ റിവായത്ത് പ്രകാരം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നല്ല, ഖദ് അഫ്ലഹ. എന്താ സംഭവിച്ചത്? അഫ്ലഹയുടെ ഈ ഫത്ഹ ദാലിലേക്ക് മാറ്റപ്പെട്ടു. ഇപ്പം എങ്ങനെ വായിക്കുക? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഇമാം വർഷിൻ്റെ റിവായത്ത് പ്രകാരം. ഇത് ശരിക്ക് ഖിറാഅത്തിലും അതേപോലെ അറബി ഭാഷയിലും സ്ഥിരപ്പെട്ടതാണ്. അവ്വലുഹു സ്വഹീഹു വഹുവ മത്തസൽ. ആദ്യത്തെ ഇനം എന്താണ്?
സഹീഹ് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പ്രയോഗമാണ് അല്ലേ, സഹീഹായ ഹദീസ്. എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഇനി പല ഉപാധികളുമുണ്ട്. സഹീഹായ ഹദീസിൻ്റെ നിർവചനമാണ് വഹുവ മത്തസൽ. അവ എന്താണ്? പരസ്പരം ചേർന്നതാണ്, അതായത് കണ്ണിമുറിയാത്തതാകുന്നു. ഇസ്നാദുഹു, അതിൻ്റെ പരമ്പര. വലം യശുദ്ദ ഔ യുഅൽ, ആ പരമ്പരക്ക് എന്തില്ല? ശുദൂദില്ല, ഇല്ലത്തില്ല. എന്താ ശുദൂദ് അർത്ഥം? ശുദൂദ് പറഞ്ഞാൽ കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാർക്ക് എതിരായി വിശ്വാസയോഗ്യനായ ഒരു റാവി ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അയാളെക്കാളും കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാർക്ക് എതിരായിക്കൊണ്ട് ഉദ്ധരിക്കുന്ന ആളാരാണ്? വൈഫാണോ? അല്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അയാളെക്കാൾ കൂടുതൽ പ്രബലമായ റാവിമാർ ഉദ്ധരിച്ച റിവായത്ത് എന്താണ്? തള്ളപ്പെട്ടതാകുന്നു. അതിനാണ് ഷാദ് എന്ന് പറയുക. ഷാദിൻ്റെ എതിർ ഇനമാണ് മഹ്ഫൂദ്. എന്താണ്? ഞാൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. യർവീഹി അദ്ലുൻ ളാബിത്തുൻ അൻ മിസ്ലിഹി മുഅ്തമദുൻ ഫീ ളബ്തിഹി വനഖ്ലിഹി. ഈ മുത്തസിലായ ഇസ്നാദ് ആരായിരിക്കണം റിവായത്ത് ചെയ്യേണ്ടത്, നിവേദനം ചെയ്യേണ്ടത്? യർവീഹി അദ്ലുൻ, അദാലത്തുള്ള റാവിയായിരിക്കണം. ഇത് അദ്ൽ എന്ന് പറഞ്ഞാൽ അതായത് തഖ്വയുള്ള, അതേപോലെ തന്നെ വിശ്വാസയോഗ്യനായ, മാന്യനായ വ്യക്തിയായിരിക്കണം. ഞാൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ എന്താണ് ശരിക്കും അദ്ലിൻ്റെ, അദാലത്തിൻ്റെ മാനദണ്ഡം പഠിക്കും. ളാബിത്തുൻ, ഹിഫ്ദ്, ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ, അതേപോലെ രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ വിശ്വാസയോഗ്യനായിരിക്കണം. അതിൽ ശരിക്ക് എന്താണ്? പെർഫെക്ഷൻ വേണം, മുത്ഖിനായിരിക്കണം. അൻ മിസ്ലിഹി, അയാളെപ്പോലെ തന്നെയുള്ള റാവിയിൽ നിന്ന് ഉദ്ധരിച്ചതായിരിക്കണം. അതാണ് അൻ മിസ്ലിൻ്റെ അർത്ഥം. മുഅ്തമദുൻ ഫീ ളബ്തിഹി വനഖ്ലിഹി, അയാളുടെ ഹിഫ്ദിലും ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിലും ഉദ്ധരിക്കുന്ന വിഷയത്തിലും അവലംബിക്കപ്പെട്ട ആളായിരിക്കണം. ഇൻഷാ അല്ലാഹ് നാം വിശദീകരിക്കാൻ പോകുന്ന ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഈ സഹീഹായ ഹദീസിൻ്റെ വിശദീകരണമാണ്. അസ്സഹീഹ്, നമുക്ക് ഷെയ്ഖ് അലി അൽ ഹലബിയുടെ അസ്സഹീഹ് എന്ന ഭാഗമുണ്ട് ഇവിടെ. അസ്സഹീഹു ഹുവൽ ഹദീസുൽ ലദി ഇത്തസല സനദുഹു. സഹീഹായ ഹദീസിൻ്റെ നിർവചനമാണ് ഷെയ്ഖ് ഉദ്ധരിക്കുന്നത്. ആരാണ് ഷാരിഹ്? ഷെയ്ഖ് ആരാണ്? ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി. ഹുവൽ ഹദീസുൽ ലദി ഇത്തസല സനദുഹു, അതിൻ്റെ പരമ്പര ചേർന്ന് നിൽക്കുന്നതാണ്, മുത്തസിലാണ്. ബിനഖ്ലിൽ അദ്ലി ളാബിത്തി അൻ മിസ്ലിഹി, അതായത് അദിലായ വിശ്വാസയോഗ്യനായ ഹദീസ് നല്ലവണ്ണം മനഃപ്പാഠമാക്കിയ റാവി ഉദ്ധരിച്ച സനദായിരിക്കണം. അൻ മിസ്ലിഹി, അയാളെപ്പോലെ ഉള്ള ഷെയ്ഖിൽ നിന്ന്. ഇലാ മുൻതഹാഹു, ഹദീസിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങനെയായിരിക്കണം. മിൻ ഗൈരി ശുദൂദിൻ വലാ ഇല്ല. എന്താ അതിൻ്റെ അർത്ഥം? ശുദൂദോ ഇല്ലത്തോ പാടില്ല. എന്താ ശുദൂദ് പറഞ്ഞാൽ? ഷാദാകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാർക്കെതിരായി വിശ്വാസയോഗ്യനായ റാവി ധരിച്ച റിവായത്താകാൻ പാടില്ല. വലാ ഇല്ല എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ ന്യൂനതകളില്ലാത്ത ഇസ്നാദായിരിക്കണം. മിസാലുഹു, അതിൻ്റെ ഉദാഹരണം ഇവിടെ വിശദീകരിക്കുകയാണ്. ഇവിടെ നാം നിർത്തിവച്ചത്, അതായത് ഉദാഹരണത്തിലൂടെയാണ് നമുക്ക് ഓരോ കാര്യവും പഠിക്കാൻ പറ്റൂ. മിസാലുഹു ഖാലൽ ബുഖാരി ഫി സഹീഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇവിടെ ഷെയ്ഖ് പരാമർശിച്ചത്. അതിന് മുമ്പ് ഫുട് നോട്ട് നോക്കൂ നിങ്ങൾ. ഉൻദുർ അത്തദ്രീബ്, ഇവിടെ ഇതിലുള്ള ശരിയായ പഠന രീതി, അതായത് നമ്മുടെ പഠിതാക്കൾ ഇതോടൊപ്പം തന്നെ നമ്മളിപ്പം മേലെ എന്താ ഉദ്ധരിക്കുന്നത്? മേലെ ഓരോ വിഷയത്തിലും അതിൻ്റെ തിയറിയാണ്, അതേപോലെ അതിൻ്റെ പ്രാക്ടിക്കലുമുണ്ട്, അതിൻ്റെ ഉദാഹരണ സഹിതം ഷെയ്ഖ് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് വേണം? ഈ ശാസ്ത്രത്തിലുള്ള അറിയപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതിനെക്കുറിച്ച് പഠിതാക്കൾ, പ്രത്യേകിച്ച് ക്ലാസ് എടുക്കുന്ന നമ്മുടെ സഹോദരന്മാർ അറിഞ്ഞിരിക്കണം.
ഓരോ വിഷയത്തിലും നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ശാസ്ത്രങ്ങളിൽ ഉലൂമിൽ നമുക്ക് നല്ല അവഗാഹം ഉണ്ടാവും. അപ്പോൾ എന്താണ്, നമ്മൾ ഓരോ വിഷയത്തിലും അതിൻ്റെ ശരിക്ക് എന്താ പറയുക തിയറി പഠിക്കുന്നു, അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ പഠിക്കുന്നു, ഉദാഹരണങ്ങൾ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രന്ഥങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും സംശയം വന്നാൽ ആ ഗ്രന്ഥങ്ങളിലേക്ക് നമുക്ക് മടങ്ങാൻ വേണ്ടി. തദ്രീബ് എന്ന് പറയുന്നത് തദ്രീബുർ റാവിയാണ്. കഴിഞ്ഞ ക്ലാസ് വിശദീകരിച്ചതാണ്. ഇമാം നവവിയുടെ തഖ്രീബ്, ഇമാം നവവിയുടെ തഖ്രീബിൻ്റെ ഷർഹാണ് ഏത്? തദ്രീബുർ റാവി. തദ്രീബുർ റാവി ഷർഹു തഖ്രീബിൻ നവാവി. ആരെഴുതിയതാണ്? അല്ലാമ ജലാലുദ്ദീൻ അസ്സുയൂത്തി. ഇത് ഹദീസ് നിദാന ശാസ്ത്രത്തിലെ അവസാനത്തെ ഒരു മർഹല ഉണ്ടല്ലോ, അവസാനത്തെ ഒരു ഘട്ടമുണ്ട്, ഒരു സ്റ്റേജ്. അത് ശരിക്കും ആ ഒരു ഘട്ടത്തിൽ നാം പഠിക്കേണ്ട ഗ്രന്ഥമാണ് തദ്രീബുർ റാവി. തുടക്കക്കാർ പഠിക്കേണ്ടത് എന്താണ്? ബൈഖൂനിയ, പിന്നീട് നുഖ്ബ, ഇബ്നു ഹജറിൻ്റെ നുഖ്ബ, പിന്നെയാണ് ശരിക്ക് തദ്രീബുർ റാവി അല്ലെങ്കിൽ ഫത്ഹുൽ മുഗീത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നാം പഠിക്കേണ്ടത്. ഇമാം നവവിയുടെ തഖ്രീബ് വത്തൈസീറിൻ്റെ ഷർഹാണ് ഏത്? തദ്രീബുർ റാവി. അൽ ബാഇസുൽ ഹദീസ് അൽ ഹാഫിദ് ഇബ്നു കസീർ, മുഫസ്സിറായ പണ്ഡിതൻ അൽ ഹാഫിദ് ഇമാദുദ്ദീൻ ഇബ്നു കസീർ ഹിജ്റ 774 മരണപ്പെട്ട മഹാ ഹദീസ് പണ്ഡിതൻ, തഫ്സീർ പണ്ഡിതൻ, ചരിത്ര പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണ് അൽ ബാഇസുൽ ഹദീസ്. അതിന് ശരിക്കുള്ള പേര് ഇങ്ങനെയല്ല, അത് ഷെയ്ഖ് അഹമ്മദ് ഷാക്കിർ കൊടുത്ത പേരാണ്. ശരിയായ പേര് ഇഖ്തിസാറു ഉലൂമിൽ ഹദീസ് എന്നാണ്. അൽ ബാഇസുൽ ഹദീസ് ലിശ്ശൈഖ് അഹമ്മദ് ഷാക്കിർ. വഖവാഇദുൽ തഹ്ദീസ് അല്ലാമ സലഫി പണ്ഡിതനായ അല്ലാമ ജമാലുദ്ദീൻ അൽ ഖാസിമി എഴുതിയ ഗ്രന്ഥമാണ് ഖവാഇദുൽ തഹ്ദീസ്. ഇനി നമുക്ക് മിസാലിലേക്ക്, ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കാം. ഖാല അൽ ബുഖാരി ഫീ സ്വഹീഹിഹി ഹദ്ദസനാ. ഇങ്ങനെയാണ് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഹദീസിൻ്റെ ഇമാമിങ്ങൾ ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ, തിർമിദി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ എന്തു ചെയ്യും? അവരുടെ ഉസ്താദുമാർ, ഷെയ്ഖ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തിക്കുന്ന പരമ്പര ഉദ്ധരിക്കും. നാം പറഞ്ഞു കഴിഞ്ഞ തുടക്കത്തിൽ, ഈ ഉമ്മത്ത് എന്താണ്? ഉമ്മത്തുൽ ഇസ്നാദാണ്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണത്. ഇസ്നാദിൻ്റെ ഉമ്മത്താണ്, സമുദായമാണിത്. നമുക്ക് എന്തിനും എന്തുണ്ട്? അടിസ്ഥാനമുണ്ട്. നമുക്ക് എന്തിനും തെളിവുണ്ട്. ഹദീസ് സഹീഹ് അല്ലാത്ത ഹദീസ് നമ്മുടെ ദീനിൽ എന്തല്ല? പ്രമാണമല്ല, തെളിവല്ല. അതേപോലെ ഖുർആനിക പാരായണങ്ങൾ പോലും നമ്മിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? പരമ്പരകളിലൂടെയാണ്. നാം ഇപ്പോൾ അൽ ഖിറാഅത്തുൽ അശ്ർ എന്ന് കേൾക്കുന്നു, 10 ഖിറാഅത്തുകൾ. ഇവക്കൊക്കെ എന്തുണ്ട്? പരമ്പരകളുണ്ട്, കൃത്യമായ പരമ്പരകളുണ്ട്. ഇപ്പോഴും കൈമാറുന്നു ആ പരമ്പരകൾ പഠിതാക്കൾ, ഉസ്താദുമാർ. ഖാല അൽ ബുഖാരി ഫി സ്വഹീഹി ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ്. ഹിജ്റ 218 മരണപ്പെട്ട ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് അത്തിന്നീസി എന്നാണ് അദ്ദേഹത്തിന് ശരിക്കുള്ള പേര്. അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് അത്തിന്നീസി. ഇമാം മാലിക്കിൻ്റെ മുവത്ത, നമുക്കറിയാം ഇമാം ബുഖാരിയുടെ മുമ്പ് ഇമാം മാലിക് എഴുതിയ ഗ്രന്ഥമാണ് എന്ത്? അൽ മുവത്ത. അൽ മുവത്ത റിവായത്ത് ചെയ്യാൻ ഏറ്റവും വിശ്വാസയോഗ്യനായ ഒരു പണ്ഡിതനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് അത്തിന്നീസി. അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ ശിഷ്യനാണ്, അഥവാ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഖാല അഖ്ബറനാ മാലിക്. ആരാണ് ഈ മാലിക്? ഇമാം മാലിക് ഇമാമു ദാരിൽ ഹിജ്റ, മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി, ഇമാമു ദാരിൽ ഹിജ്റ. ഹിജ്റ 179 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഏത്? അൽ മുവത്ത. അൻ ഇബ്നു ശിഹാബ്. ഇബ്നു ശിഹാബ് എന്ന ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു ശിഹാബ് അസ്സുഹ്രി ആകുന്നു. ഇമാം സുഹ്രി എന്ന് പറഞ്ഞ ആരാണ്? മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു ശിഹാബ് അസ്സുഹ്രി ആകുന്നു. അദ്ദേഹം അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. 10 സഹാബിമാരിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട് ഇമാം സുഹ്രി. എന്തുകൊണ്ടാണ് ഈ സുഹ്റ എന്ന് പേര് വരാനുള്ള കാരണം? അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാരിൽ അതിൻ്റെ പരമ്പര, അതായത് കുടുംബ പരമ്പര, കുലം അവസാനിക്കുന്നത് സുഹ്റത്ത് ഇബ്നു കിലാബ്
ആ ഒരു പേരിലേക്കാണ്. അതുകൊണ്ട് സുഹ്രി എന്ന് പേര് വരാനുള്ള കാരണം അദ്ദേഹം ആകട്ടെ ഖുറശിയാണ്. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയും കുടുംബ പരമ്പരയും അതേപോലെ ഇമാം സുഹ്രിയുടെ പരമ്പരയും അവസാനം ഒന്നിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇമാം സുഹ്രി എന്താണ്? ഖുറശിയാണ്, അഥവാ ഖുറൈശി ഗോത്രക്കാരനാണ്. മുത്തഫഖുൻ അലാ ജലാലതിഹി വ ഇത്ഖാനിഹി. ഇബ്നു ഹജർ അസ്ഖലാനി തഖ്രീബു തഹ്ദീബിൽ പറയാണ്, അദ്ദേഹം മഹാനാണെന്ന വിഷയത്തിലും അതേപോലെ ഹദീസിൻ്റെ വിഷയത്തിലും വലിയ അവഗാഹമുള്ള പണ്ഡിതനാണെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല എന്ന്. ഹദീസിൻ്റെ ഇമാം. ഇങ്ങനെയുള്ള ഇമാമിങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മിലേക്ക് ഈ മഹത്തായ ഹദീസ് ശാസ്ത്രം എത്തിച്ചത്. എത്രയോ പണ്ഡിതന്മാരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നാം മനസ്സിലാക്കണം. അപ്പം അതിൻ്റെ വളരെ ചെറിയ ഒരു പരിശ്രമമാണ് നാം ബൈഖൂനിയയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കണം. എത്രയോ പണ്ഡിതന്മാർ ധാരാളം യാത്ര, ഇമാം ബുഖാരി പോലെയുള്ള ഇമാമിങ്ങളൊക്കെ എത്രയോ നാടുകളിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ യാത്ര ചെയ്തിട്ട് അവശരായി, ചിലർ മരിച്ചവരുണ്ട്, ചിലർ ശരിക്ക് യാത്ര ചെയ്ത് എത്രയോ ത്യാഗങ്ങൾ, പ്രയത്നങ്ങൾ ശരിക്കും അവർ സമർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയത്നങ്ങളും അധ്വാനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അഖ്ബറനാ മാലികുൻ അൻ ഇബ്നു ശിഹാബിൻ അൻ മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം അൻ അബീഹി. ഈ മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം എന്ന് പറഞ്ഞാൽ, ജുബൈർ ഇബ്നു മുത്ഇം ആരാണ്? സഹാബിയാണ്. ജുബൈർ ഇബ്നു മുത്ഇമിൻ്റെ മകനാണ് ആര്? അൻ മുഹമ്മദ് ഇബ്നു ജുബൈർ. നമ്മുടെ സഹോദരന്മാരുടെ കയ്യിൽ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നമ്മുടെ പഠിതാക്കളുടെ ഇത് വേണം. അതോടൊപ്പം തന്നെ ഇതും നോക്കുക. ഈ ചില പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ രേഖപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ എന്ത് വേണം? പുസ്തകം വേണം. ഇനി ഇതിൻ്റെ ശരിക്കുള്ള അച്ചടിച്ച ഈ കോപ്പി തന്നെ വേണമെങ്കിൽ ഇബ്നുൽ ജൗസിയുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിലൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 10 റിയാലുള്ളൂ. ഇബ്നുൽ ജൗസിയുടെ ഓൺലൈൻ വരുത്തി കഴിഞ്ഞാൽ അവർ ഒരു ആഴ്ചക്കുള്ളിൽ ശരിക്കും റിയാദിൽ നിന്ന് എത്തിച്ചേരും. ആകെ ഒരു 30 റിയാറ്റ് കൊടുത്താൽ മതി അതിന്, അറാമിക്സിന്. അവർക്ക് നമുക്ക് അയച്ചു തരും ഇൻഷാ അല്ലാഹ്. ദാറുൽ ജൗസി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൗദി അറേബ്യയിൽ അറിയപ്പെട്ട ഒരു പബ്ലിഷിംഗ് ഹൗസാണ്. ശരിക്ക് നല്ല ഇങ്ങനെയുള്ള വിലപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ അച്ചടിച്ച നല്ലൊരു ദാറുൻ നശ്റാണ്. അഖ്ബറനാ മാലികുൻ അൻ ഇബ്നു ശിഹാബിൻ അൻ മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം അൻ അബീഹി. ഇങ്ങനെയാണ് ഓരോ ഹദീസും സഹീഹുൽ ബുഖാരിയിൽ. മാത്രമല്ല തഫ്സീറും ഇമാം ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ വായിച്ചു നോക്കൂ നിങ്ങൾ. ഓരോ വ്യാഖ്യാനവും ഇബ്നു അബ്ബാസിൻ്റെ വ്യാഖ്യാനമാകട്ടെ, മുജാഹിദിൻ്റെ വ്യാഖ്യാനമാകട്ടെ, ഖതാദയുടെ വ്യാഖ്യാനമാകട്ടെ, പരമ്പരൻ്റെ അടിസ്ഥാനത്തിൽ. ചരിത്രവും ഇമാം തബരിയുടെ താരീഖുൽ ഉമമി വൽ മുലൂക്ക് എന്ന ചരിത്ര ഗ്രന്ഥം, അതിലും എന്തുണ്ട്? പരമ്പരയുണ്ട്. ആർക്കും നമ്മുടെ ചരിത്രത്തിൽ കടത്തിക്കൂട്ടാൻ സാധിക്കുകയില്ല. പുതിയൊരു ചരിത്രം നിർമ്മിക്കാനും സാധിക്കില്ല. പുതിയൊരു തഫ്സീർ നിർമ്മിക്കാൻ സാധിക്കും. ഒരാൾ പറയാണ് മുജാഹിദ് ഇങ്ങനെ പറഞ്ഞു, ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയാൻ സാധിക്കില്ല. എന്താ കാരണം? ഇബ്നു അബ്ബാസിൻ്റെ എല്ലാ തഫ്സീർ അഖ്വാലുകളും ഉദ്ധരണികളും തഫ്സീറിൻ്റെ ഇമാമിയങ്ങൾ ഉദ്ധരിച്ചു കഴിഞ്ഞു. ഉദാഹരണം, നമുക്ക് പരമ്പരൻ്റെ അടിസ്ഥാനത്തിൽ തഫ്സീർ പഠിക്കണം. ഏതെല്ലാം തഫ്സീർ ഗ്രന്ഥങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക? ഇമാം ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ ജാമിഉൽ ബയാൻ അൻ തഅ്വീലി ആയൽ ഖുർആൻ ഉദാഹരണം. അതേപോലെ ഇബ്നു അബി ഹാത്തിം അർ-റാസി, മഹാഹദീസ് പണ്ഡിതൻ, മഹാ തഫ്സീർ പണ്ഡിതൻ. ആ ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോഴും പൂർണ്ണമായും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം തബരിയുടെ തഫ്സീർ ഗ്രന്ഥം എപ്പോഴാണ് അത് തലീഫ് ചെയ്യുന്നത്? അത് എഴുതിയത് എപ്പോഴാണ്? 1100 വർഷങ്ങൾക്ക് മുമ്പ്. ഇമാം ഇബ്നു അബി ഹാത്തിം അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്നത് ഹിജ്റ 327 എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെയാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ്, 1100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗ്രന്ഥങ്ങൾ ഇന്നും അതേപോലെ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹുവിൻ്റെ ഹിഫ്ദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഞാൻ സംരക്ഷിക്കുന്നു പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിന് സേവനങ്ങൾ അർപ്പിച്ച ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും ഹദീസ് ഉൾപ്പെടെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. അൻ മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം അൻ അബീഹി. എന്താ അർത്ഥം? മുഹമ്മദ് ഇബ്നു ജുബൈർ താബിഈ പണ്ഡിതനാണ്. ഹിജ്റ ഏകദേശം 100 മരണപ്പെട്ടത്. അൻ അബീഹി, ജുബൈർ ഇബ്നു മുത്ഇം എന്ന സഹാബിയായ പിതാവിൽ നിന്നാണ് ഉദ്ധരിച്ചത്. ഈ പറഞ്ഞ
റാവിമാർ നോക്കൂ നിങ്ങൾ, എല്ലാവരും എന്താണ്? വിശ്വാസയോഗ്യരാണ്, പരസ്പരം കേട്ട് പഠിച്ചവരാണ്. അപ്പോൾ ഇസ്നാദ് എന്താണ്? കണ്ണി മുറിയാത്തതാണ്. ഉദാഹരണം, ഇമാം അബ്ദുല്ലാഹിബിൻ യൂസുഫ് അത്തിന്നീസി, ഇമാം ബുഖാരിയുടെ ഉസ്താദ്, ആരിൽ നിന്ന് കേട്ടു? ഇമാം മാലിക്കിൽ നിന്ന് കേട്ടു. കേട്ടെന്ന് മാത്രമല്ല, മാലിക്കിൻ്റെ മുവത്ത ഉദ്ധരിക്കാൻ ഏറ്റവും അർഹനായ വിശ്വാസയോഗ്യനായ പണ്ഡിതൻ ആരാണ്? അബ്ദുല്ലാഹിബിൻ യൂസുഫാണ്. മിൻ അസ്ബത്തിൻ നാസി ഫീ മുവത്തഇ മാലിക് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പോലെ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി. ഏറ്റവും വിശ്വാസയോഗ്യനാണ് മുവത്തൻ്റെ വിഷയത്തിൽ നിന്ന്. അങ്ങനെയുള്ള റാവിമാരാണ് സഹീഹ് ബുഖാരിയിലുള്ളത്. എന്താണ് ഹദീസ്? ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫിൽ മഗ്രിബി ബിത്തൂർ. അതായത് മഗ്രിബ് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് തൂർ പാരായണം ചെയ്തതായി ഞാൻ കേട്ടു എന്ന്. ഇതാരാ പറയുന്നത്? ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കേട്ടു എന്നാണ് ഹദീസ്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് ഷെയ്ഖ് പറയുന്നത്? ഫഹാദൽ ഹദീസു സഹീഹുൻ, ഈ ഹദീസ് സഹീഹാണ്. ലിതവഫുരി ജമീഇ ശുറൂത്തി സിഹ്ഹത്തി ഫി ഇസ്നാദിഹി, അതിൻ്റെ പരമ്പരയിൽ സിഹ്ഹത്തിൻ്റെ, ഹദീസ് സഹീഹാകാനുള്ള എല്ലാ നിബന്ധനകളും ഒത്തുചേർന്നതുകൊണ്ട്, എല്ലാ നിബന്ധനകളും അവിടെ സാധ്യമായിട്ടുണ്ട്. ഫിഖതൻ, അതായത് റാവിമാർ വിശ്വാസയോഗ്യരാണ്. വത്തിസാലൻ, കണ്ണി മുറിയാതെ പരസ്പരം ചേർന്ന് നിൽക്കുന്ന എന്താണ്? പരമ്പരയുടെ ശൃംഖല. വഅദമ ശുദൂദിൻ ഔ ഇല്ലത്തിൻ എന്ന് പറഞ്ഞാൽ ശുദൂദില്ല, ഇല്ലത്തുമില്ല. ഇല്ലത്തുമില്ല, അതേപോലെ ന്യൂനതകളില്ല, അതേപോലെ ശുദൂദും ഇല്ല. അപ്പോൾ എന്താണ്? ഷെയ്ഖ് ആദ്യം സഹീഹായ ഹദീസിന് നിർവചനം പറഞ്ഞു, അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം പറഞ്ഞിട്ട് അതിൻ്റെ പരമ്പരൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ റാവിയിലും എന്തുണ്ട്? ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്തുചേർന്നിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഹദീസ്, സഹീഹായ ഹദീസിൻ്റെ തഅരീഫിൽ, നിർവചനത്തിൽ വന്ന ചില സാങ്കേതിക പദങ്ങളുണ്ട് അല്ലേ? കണ്ണി മുറിയാത്ത, അതേപോലെ തന്നെ ഇസ്നാദ്, ശുദൂദ്, ഇല്ലത്ത്, അദില്, ഇതൊക്കെ ശരിക്കും സാങ്കേതിക പദങ്ങളാണ്. അതായത് ഹദീസിൻ്റെ ശാസ്ത്രത്തിലെ ടേംസാണിത്, നാം പഠിച്ചിരിക്കണം. അൽ ഇത്തിസാൽ എന്താ അതിൻ്റെ അർത്ഥം? ഹുവ സമാഉ കുല്ലി റാവിൻ മിനർ റാവി അല്ലദി യലീഹി, അതായത് സമാഉ കുല്ലി റാവിൻ മിനർ റാവി അല്ലദി യലീഹി, ഓരോ റാവിയും തൻ്റെ തൊട്ട് മുകളിലുള്ള, അതായത് ഉസ്താദിൽ നിന്ന് കേട്ടതായിരിക്കണം. മനസ്സിലായില്ലേ? ഇതാണ് സമാഉ കുല്ലി റാവിൻ മിനർ റാവി അല്ലദി യലീഹി, ശേഷമുള്ള റാവിയിൽ നിന്ന് കേട്ടതായിരിക്കണം. ഉദാഹരണമായിട്ട് ഇമാം ബുഖാരി എന്താ പറഞ്ഞത്? ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു യൂസുഫിൽ നിന്ന് ആര് കേട്ടതായിരിക്കണം? ഇമാം ബുഖാരി കേട്ടതായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ ഇമാം ബുഖാരി ശരിക്കും അബ്ദുല്ലാഹി ഇബ്നു യൂസുഫിൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ചില ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിലിപ്പോൾ തൽക്കാലം ഒരു ഗ്രന്ഥം മാത്രമാണ് ഇപ്പോൾ ഞാൻ ഉദ്ധരിക്കുന്നത്. ഇമാം ദഹബി, ഷംസുദ്ദീൻ അദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച സിയറു അഅ്ലാമിൻ നുബല, ഹദീസ് പണ്ഡിതന്മാരെ സംബന്ധിച്ചും ഇസ്ലാമിക അറിയപ്പെട്ട മഹാ പണ്ഡിതന്മാരെക്കുറിച്ചും പൂർവ്വസൂരികളെ സംബന്ധിച്ചും വിശ്വാസയോഗ്യമായ ചരിത്ര ഗ്രന്ഥമാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച സിയറു അഅ്ലാമിൻ നുബല. ഇമാം അബ്ദുല്ലാഹി ഇബ്നു യൂസുഫിനെ സംബന്ധിച്ചും ഇമാം ബുഖാരിയെ കുറിച്ചും നോക്കൂ നിങ്ങൾ. ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരിൽ ഇദ്ദേഹത്തെ എണ്ണി പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് എന്ന ഇമാമിൻ്റെ ചരിത്രത്തിലും ഇമാം ദഹബി ഇമാം ബുഖാരിയുടെ ഉസ്താദാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഹിജ്റ 748 ഇമാം ദഹബി മരണപ്പെട്ടത്. ആരുടെ ശിഷ്യനാണ് ഇമാം ദഹബി? ഇമാം ദഹബി ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായ പണ്ഡിതനാണ്. ഹദീസ് പണ്ഡിതൻ, ചരിത്ര പണ്ഡിതൻ, പ്രത്യേകിച്ച് ഇൽമുൽ ജർഹ് വത്തഅദീൽ, അതായത് ഹദീസ് നിദാന ശാസ്ത്രത്തിലെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അൽ ജർഹു
റാവിമാരെ സംബന്ധിച്ച് ഇയാൾ വിശ്വാസയോഗ്യനാണ്, ഇയാൾ ദുർബലനാണ്, ഇതിനാണ് ജർഹ് തഅദീൽ എന്ന് പറയുക. ആ വിഷയത്തിൽ അവലംബനീയനായ പണ്ഡിതനാണ് ആര്? ഇമാം ഷംസുദ്ദീൻ അദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി, സിയർ അലാമിൻ നുബല, താരീഖുൽ ഇസ്ലാം. അതോടൊപ്പം തന്നെ അദ്ദേഹം 7 ഖിറാഅത്തുകളിലും പണ്ഡിതനാണ്. ഖിറാഅത്തിന്റെ വിഷയത്തിലുള്ള റാവിമാരെ സംബന്ധിച്ചും അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. മഅരിഫത്തു അൽ ഖുറാഇൽ കിബാർ ഉദാഹരണം. അപ്പോൾ ഈ സിയർ അലാമിൻ നുബല അത് ഏകദേശം 30 വാള്യങ്ങളിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. വലിയൊരു സുബ്ഹാനല്ലാഹ് മൗസൂഅൻ. എത്രയോ പണ്ഡിതന്മാർ നോക്ക് നിങ്ങൾ. ഇപ്പോഴൊക്കെ എന്താ പറയുക, പ്രസ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഇമാം ദഹബിയുടെ കാലത്ത് എന്തില്ല, പ്രസ്സൊന്നുമില്ല. പക്ഷെ അവർ എങ്ങനെയാണ് എഴുതിയത്, കുറിച്ചത്, ഇത്രമാത്രം അധ്വാനം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നാം പഠിക്കേണ്ടതാണ്. താരീഖുൽ ഇസ്ലാമും ഈ പറഞ്ഞ 20 കൂടുതൽ വാള്യങ്ങളുണ്ട്. അൽ ഹാഫിദ് ഇബ്നു അസാക്കിർ ഇമാം ദഹബിക്ക് മുമ്പ് വന്ന പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതൻ. ഹദീസിൻ്റെ വിഷയമായതുകൊണ്ട് ഹദീസിൻ്റെ ഇമാമിങ്ങളെ കുറിച്ചാണ് നാം പറയുന്നത്. ഇമാം ഇബ്നു അസാക്കിറിൻ്റെ ലോകപ്രസിദ്ധമായ ചരിത്രഗ്രന്ഥമാണ് താരീഖു ദിമഷ്ക്. താരീഖു ദിമഷ്ക്, അതായത് ദമസ്കസ് ചരിത്രം. ദമസ്കസിൽ വന്ന ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ചുള്ള വിശദമായ പഠനം. എത്ര വാള്യങ്ങൾക്കറിയോ? 70 വാള്യം. 70 വാള്യങ്ങളിൽ അച്ചടിക്കപ്പെട്ടു. ഇതാണ് ഇത്തിസാലിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ അൽ ഇസ്നാദിൻ്റെ അർത്ഥം എന്താണ്? ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഹുവ സിൽസിലത്തുർ റുവാത്തിൽ മൂസിലത്തി, ഹുവ സിൽസിലത്തുർ റുവാത്തിൽ മൂസിലത്തു ലിനസ്സിൽ ഹദീസ്. അതായത് ഹദീസിൻ്റെ ടെക്സ്റ്റിലേക്ക് നമ്മെ എത്തിക്കുന്ന, എന്താ സിൽസില എന്ന് പറഞ്ഞാൽ? ചെയിൻ. റുവാത്ത് എന്ന് പറഞ്ഞ അർത്ഥം റാവിമാരുടെ ചെയിനാണ്, സിൽസിലയാണ്. അൽ മൂസിലത്തു എത്തിക്കുന്ന, നമ്മിലേക്ക് എത്തിക്കുന്ന, ലിനസ്സിൽ ഹദീസ് ഏതിലേക്ക് എത്തിക്കുന്ന? ഹദീസ് നസ്സിലേക്ക്, ടെക്സ്റ്റിലേക്ക് എത്തിക്കുന്ന റാവിമാരുടെ സിൽസിലയാണ് ഇസ്നാദ്. വഖദ് യുറാദു ബിഹി, എന്നാൽ ചിലപ്പോൾ ഇസ്നാദ് എന്ന പ്രയോഗം പ്രയോഗിച്ചേക്കാം. അതിന് ഉദ്ദേശം എന്താണ്? ഇദാഫത്തുൽ ഹദീസ് ഇലാ ഖായിലിഹി, അതായത് ഹദീസ് ഉദ്ധരിച്ച നിവേദകൻ ആരാണോ ആ നിവേദകനിലേക്ക് ചേർത്ത് പറഞ്ഞതിന് എന്ത് പറയും? ഇസ്നാദ് എന്ന് പറയും. അതൊക്കെ ശരിക്കും അതിൻ്റെ കോൺടെക്സ്റ്റ്, അതിൻ്റെ സാഹചര്യം അനുസരിച്ച് നാം മനസ്സിലാക്കുക. വയുറഫുൽ മുറാദു ബിൽ ഖറായിൻ, സാഹചര്യങ്ങൾ, അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഷെയ്ഖ് പറയുന്നത്. വയുസമ്മ ഫി ബഅദിൽ അഹ്യാൻ അസ്സനദ്, ഇസ്നാദിനെ കുറിച്ച് ചില സന്ദർഭങ്ങൾ എന്ത് പറയും? സനദ് എന്നും പറയും. ഇപ്പോൾ സനദും ഇസ്നാദും എന്താണ്? പരമ്പര എന്നർത്ഥം. വയുത്ലഖു കുല്ലു മിൻഹുമ അൽ ആഖർ ഇല്ലാ അൻ തഅതിയ ഖരീനത്തുൻ തദുല്ലു അലാ ഖിലാഫി ദാലിക്, അതായത് അതിൻ്റെ ഈ അർത്ഥം, ഉദ്ദേശം ഒന്നാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എന്താണ്, ചിലപ്പോൾ അർത്ഥം മാറാനും സാധ്യതയുണ്ട്. എന്ത് വേണം? തെളിവ് വേണം. എന്താണ് ശുദൂദ് എന്ന് പറഞ്ഞാൽ? നാം പറഞ്ഞു സഹീഹായ ഹദീസിൻ്റെ പരമ്പരയിൽ എന്ത് പാടില്ല? ശുദൂദ് പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ഹുവ റിവായത്തുർ റാവി അൽ മഖ്ബൂലി മുഖാലിഫൻ മൻ ഹുവ ഔലാ മിൻഹു ഇമ്മാ അദദൻ ഔ തൗസീഖ. ശുദൂദിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണം. റിവായത്തുർ റാവി, ഒരു റാവിയുടെ റിവായത്ത്. അൽ മഖ്ബൂലി എന്താണ്? സ്വീകാര്യനായ, ദുർബലനായ റാവിയുടെ റിവായത്തല്ല എന്ത്? ഷാദ്. അത് ദഈഫാണ്, അത് വേറെ ഞാൻ പഠിക്കും. പക്ഷെ മഖ്ബൂലായ, സ്വീകാര്യനായ ഒരു റാവിയുടെ റിവായത്ത്. പക്ഷെ എന്താ പ്രശ്നം? മുഖാലിഫൻ മൻ ഹുവ ഔലാ മിൻഹു, അയാളെക്കാൾ കൂടുതൽ യോഗ്യതയുള്ള റാവിമാർക്കെതിരെ, എന്നാൽ മുഖാലിഫ് എന്ന് പറഞ്ഞാൽ എതിരെ റിവായത്ത് ചെയ്യുക. ഇമ്മ അദദൻ ഔ തൗസീഖ, ഒന്നുകിൽ അയാളെക്കാൾ കൂടുതൽ എണ്ണമുള്ള, അദദ് എന്താ അർത്ഥം? എണ്ണമുള്ള, കൂടുതൽ പേർ, കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാരായിരിക്കും എണ്ണത്തിൽ. അല്ലെങ്കിൽ തൗസീഖൻ, വിശ്വാസയോഗ്യതയുടെ വിഷയത്തിൽ എന്താണ്? അയാളെക്കാൾ മുമ്പന്തിയിലായിരിക്കും. ഇതാണ് ശരിക്ക് ഷാദ്. അതിനൊരു ഉദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്താണ്? ഇദൻതസഫ ശഅബാനു ഫലാ തസൂമു, അതായത് ഷഅബാൻ 15 കഴിഞ്ഞാൽ, പകുതിയായി കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന ഒരു ഹദീസ് ഇമാം അബൂ ദാവൂദും തിർമിദിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ചില പണ്ഡിതന്മാർ ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഏത് ഹദീസ്? അബൂ ദാവൂദൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് മഹ്ഫൂദ് അല്ല എന്ന് പറഞ്ഞു. ഇത് മഹ്ഫൂദിന് അർത്ഥം ഷാദാണെന്ന്. ഷാദിൻ്റെ വിപരീതം എന്താണ്? മഹ്ഫൂദ്. മനസ്സിലായില്ലേ? എന്താ കാരണം? സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്, ലാ തഖദ്ദമു റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫലിയസുമു. അതായത് റമദാനിൻ്റെ 1-2 ദിവസം മുമ്പ് നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന്. ഒരാൾക്ക് ശീലമായി പതിവായി എടുക്കുന്ന നോമ്പാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരാൾ നോമ്പെടുക്കാതെ പെട്ടെന്ന് റമദാൻ ആകുന്നതിന് 1-2 ദിവസം മുമ്പ് നോമ്പെടുക്കാൻ പാടുണ്ടോ? പാടില്ല. ഇത് ബുഖാരി മുസ്ലിം ഹദീസാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഷഅബാൻ 15 ശേഷം വേണമെങ്കിൽ എന്താണ് നോമ്പെടുക്കാം എന്ന സംഗതി ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ ഇമാം അബൂദാവൂദും ഇബ്നു മാജയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിനേക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യമായ പരമ്പരയിലൂടെ വന്നതാണ് ഏത്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. അതേപോലെ തന്നെ നമുക്കറിയാം ബുഖാരി മുസ്ലിം വേറെ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഅബാന ഇല്ലാ ഖലീല. അതായത് ഷഅബാൻ മുഴുവനും, വേറെ റിവായത്തിൽ കുല്ലഹു എന്നുണ്ട്, ഷഅബാൻ മുഴുവനും കുറഞ്ഞ ദിനങ്ങൾ ഒഴികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ഒരു ഇദൻതസഫ ശഅബാൻ ഫലാ തസൂമു എന്ന ഹദീസിൻ്റെ മത്നും എന്താണ്? അതിൽ ശരിക്ക് സഹീഹായ ഹദീസിന് വിരുദ്ധമാണ്. അപ്പോൾ ഇതിനാണ് ശരിക്ക് ഷാദ് എന്ന് പറയുക. ഏതായാലും ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തല്ല, അതായത് അതിൽ ശരിക്ക് ഇജ്തിഹാദിന് വകുപ്പുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ചിലപ്പം ഷെയ്ഖ് ഇബ്നു ബാസ് സഹീഹാണെന്ന് പറഞ്ഞ ഹദീസ് ഷെയ്ഖ് അൽബാനി അവിടെ ലഈഫാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച, അഹ്ലുസുന്ന വൽ ജമാഅത്ത് പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച കാര്യം അങ്ങനെ തന്നെ അവർ അമൽ ചെയ്യുക. എന്നാൽ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ അവഗാഹമുള്ള മുതമക്കിനീങ്ങളായ തുലാബുൽ ഇൽമി എന്ത് ചെയ്യണം? കൂടുതൽ ശരിയാ ഏതാണെന്ന് പരിശോധിച്ചിട്ട് അമൽ ചെയ്യണം. മനസ്സിലായില്ലേ? സാധാരണക്കാർക്ക് അത് പറ്റില്ല. അതെ, ഏതായാലും ഇതാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനം. അടുത്ത ക്ലാസ്സിൽ നാം ഇല്ലത്ത് എന്താണെന്ന് എടുക്കും. അതേപോലെ അദ്ല്, ദബ്ത്ത്. ദബ്ത്തിന് 2 ഇനങ്ങളുണ്ട്. ഇതൊക്കെ നാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു പഠന രീതിയാണ് നാം ആഗ്രഹിക്കുന്നത്. അതായത് ഓരോ വിഷയത്തിലും നാം അതിൻ്റെ നിർവചനം, അതിൻ്റെ ഇനങ്ങൾ വിശദീകരിക്കും, അതോടൊപ്പം തന്നെ അതിൻ്റെ ഉദാഹരണവും വിശദീകരിക്കും. ഇവിടെ ശരിക്കും നാം വായിച്ചത് പ്രകാരം എല്ലാവരും ഒന്ന് വായിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഷെയ്ഖ് അൽഹംദുലില്ലാ പല വാക്കുകളും ഹറക്കത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാം ചെയ്യണം, ഈ ക്ലാസ് വീണ്ടും കേട്ട്, പ്രത്യേകിച്ച് അറബി ഭാഷയിൽ വലിയ അവഗാഹമില്ലാത്ത നമ്മുടെ സഹോദരന്മാർ ചെയ്യണം, ഇത് ആദ്യം മുതൽ അബ്ദഉ ബിൽ ഹംദി മുസല്ലിയൻ അല എന്നത് മുതൽ ശരിക്കും ഒന്ന് അറബിൽ തന്നെ വായിച്ച് അതിൻ്റെ അർത്ഥം സ്വയം നാം വിശദീകരിക്കാൻ പരിശ്രമിക്കുക. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാം, അന്വേഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമ് പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുവഹിദീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ റസൂലിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.